ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്, എൻ്റെ ഫേവറേറ്റ് സിറ്റി, എൻ്റെ കംഫർട്ട് സോൺ. പക്ഷേ നമ്മൾ ആ ബാംഗ്ലൂർ ട്രിപ്പോട് കൂടി എനിക്കിങ്ങനെ ഒരു ട്രാവൽ പരിപാടി ചെയ്യണമെന്നുണ്ട് ഗൈസ്. ഓൺ ഗോയിങ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഫുഡും സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നത്. ആ ഒരു പ്ലാൻ ഉണ്ട്. അപ്പം നിങ്ങൾ പറയും ഗൈസ്, നിങ്ങൾ ബാംഗ്ലൂരിൻ്റെ ആ സാധനം എൻജോയ് ചെയ്തോ ഇല്ലെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇന്ന് ഞാൻ ചില്ല് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഞാൻ പറയില്ല, ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് സോഷ്യൽ ബാറ്ററി ഡൗൺ ആയിരുന്നു. സോ പതുക്കെ ഒന്ന് റീചാർജ് ആയതേ ഉള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ ഹമ്പിള് നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അവനെ പോയി കാണാം, അവനുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. രാത്രി 9 മണിയായി. അവൻ കാക്കനാട് എന്തോണ് സ്റ്റേ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം അവിടം വരെ പോയിട്ട് അവനെ ഒന്ന് പിക്ക് ചെയ്യണം. എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഒന്ന് കത്തി വയ്ക്കാം ഗൈസ്. സോ എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അവനെ പോയി കാണാം. ലെറ്റ്സ് സീ ഗൈസ്, ബൈ. അങ്ങനെ വെൽക്കം ബാക്ക്. ഇത് ചുമ്മാടാ, എനിക്ക് പറഞ്ഞൂടെ എന്താണ് ചെയ്യുന്നത് ഞാൻ. പക്ഷെ വെറുതെ നിന്നൊരു സെലിബ്രിറ്റിയെ കാണാൻ വരുമ്പോ വ്ളോഗ് മിസ്സാക്കണ്ടല്ലോ, എന്നെ കാണാൻ കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് സനബ്ര വരുമ്പോ ഞാനായിരുന്നു ക്യാമറ ആയിട്ട് കയറണ പുള്ളിയാണ് ഹായ് പറഞ്ഞ. ഇപ്പൊ വെച്ചാൽ നേരെ തിരിച്ച് ഞാൻ എടുക്കണില്ല വ്ളോഗ് അവിടെ. ഞാന് എന്റെ ഇതിന്ന് ഞാൻ ഇപ്പൊ ഹമ്പിളിയനാണ് ഇട്ട് പോണം. ഓഫീസിലെ കുറച്ച് സാധനങ്ങളല്ലേ, സമയം ഓഫീസിലെ കുറച്ച് സാധനങ്ങൾ. സെക്കൻഡ് ചാനൽ ഉണ്ട്, ഹമ്പിളിയനാണ് ഗൈസ്. സമയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. അതില് ഇടയ്ക്കിടെ ചെറിയ ഫൺ സാധനങ്ങൾ ഇടാറുണ്ട്. മെയിൻ വ്ളോഗ് വരും. ഹമ്പിൾ അളിയനല്ലേ മറ്റേ വലിയ ചാനല്, അത് ഹമ്പിൾ മ്യൂസീഷ്യൻ. അത് നീ എനക്കില്ല. അതിന്റെ അകത്ത് ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ഷോർട്സ് ആണ് ഇട്ടോണ്ടിരിക്കണം. അതിന്റെ അകത്തേക്ക് താമസിയാണ്ട് ഡെയിലി ഷോർട്സ് തിരിച്ചു വരും. അതിന്റെ പണിപ്പുരയിലാണ്. പൂർവാധികം ശക്തിയോടെ അവന്റെ തിരിച്ചു വരാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. താങ്ക് യു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. വിളിച്ചു, ഞാൻ വന്നു, എനിക്ക് ഇനി അറിഞ്ഞൂടെ എങ്ങോട്ട് പോവാന്നുള്ളത്. ബട്ട് ലെറ്റ്സ് സീ ഗൈസ്. അടുത്ത് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഹെസ്സ കിച്ചണിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നാളായി ഹെസ്സയിലോട്ട് വന്നിട്ട്. ഹമ്പിള് വന്ന സ്ഥിതിക്ക് ഹമ്പിളിന് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ എന്തായാലും കുറച്ച് നാളായില്ലേ, അപ്പൊ നമുക്ക് കയറി നമുക്ക് കഴിക്കാം. പത്തിരിയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സാധനം കേട്ടാ. നല്ല ടേസ്റ്റാണ് പത്തിരി. ഓക്കെ ഗൈസ്, നമ്മൾ അകത്തേറിട്ട് വരാം. അങ്ങനെ ഗൈസ്, കാലിക്കട്ടിൽ നിന്ന് ജഷ്മി മജാജ് മഷ്വി ദജാജ് കഴിക്കാൻ വേണ്ടി ഹമ്പിള് വന്നിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെ സാധനം ഉണ്ടെന്ന് അറിഞ്ഞത്. പേര് കേട്ടപ്പോ നല്ലൊരു ഗുമ്മ്. പേര് കേട്ട സാധനമൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിക്കുന്ന ഗൈസ്. അതാണ് എപ്പോഴും ഇവൻ വരുമ്പം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റം നമ്മൾ. പിന്നെ ഇവിടെ ബോർഡ് കണ്ടോണ്ട് ഒരു സാധനം നമ്മൾ പറഞ്ഞു, വിങ്സ് എപ്പോഴും ഒരു വൈബാണ്. വരുമ്പോ നമുക്ക് നോക്കാം. മൃണാൽ എന്നെ ബ്ലോക്ക് ചെയ്തു. മൃണാലിന്റെ മുട്ടയ്ക്ക് 16 രൂപ ഞാൻ പറഞ്ഞേന്. ആണോ? ഞാൻ മൃണാലിന്റെ വീഡിയോസ് കണ്ടുള്ളൂ, ഇതുവരെ അവിടെ പോകാൻ പറ്റിയില്ല. ഇപ്പൊ എനിക്ക് പോകേണ്ട എവിടെയാന്ന് അറിയോ? പെരിന്തൽമണ്ണ ഞെട്ടിക്കൽ ബിരിയാണി. എനിക്കും പോകണമെന്നുള്ളത്, എനിക്കൊന്നും അറിയണോ. കൊള്ളായിരുന്നു, പാവ മനുഷ്യൻ കേട്ടാ. സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിനാ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വൈബ് മനുഷ്യൻ. നല്ലൊരു യുണീക്ക് സാധനമാണ് ചെയ്തേക്കണത്. സനുപ്രപ്പോ ഒരു കാര്യം ചെയ്താൽ നേരെ കോഴിക്കോട് വന്നാൽ മതി. എന്റെ കൂടെ നിൽക്കാൻ, നമുക്ക് അവിടെ നിന്ന് പെരിന്തൽമണ്ണ വിടാം നെക്സ്റ്റ് ഡേ. ഓക്കെ, നമ്മൾ ഞെട്ടിക്കൽ ബിരിയാണി എന്തെങ്കിലും പോകും ഗൈസ്. പുള്ളി സലീമിക്കായ പോയി കണ്ടിട്ട് തന്നെ കാര്യം. പുള്ളി നല്ല അടിപൊളി വൈബ് മനുഷ്യനാണ് കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഞെട്ടും, മിക്കവാറും ഞെട്ടും. ബിക്കോസ് ഈ ജംപ് സ്കെയർ അല്ലേ ഈ സാധനം എടുത്തിട്ട് ചുമ്മാ തന്നെ അടിക്കുന്നത്. പക്ഷെ അയാളെ മറ്റേ എല്ലാരും കൂടെ ആയിട്ട് ഏറി കയറ്റിയാണ്, തുപ്പല് തെറിക്കുന്നുണ്ട്, മറ്റത് മറിച്ചത്. പാവം മാസ്ക് ഒക്കെ ഇട്ടാണ് ഇപ്പം ഞെട്ടിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. പാവം കാരണം ബിസിനസ് അഫക്ട് ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ നമ്മള് പിന്നെ ഞാൻ പറഞ്ഞേ കുറച്ച് ഇത്തിരി ഇത് കൂടുതലാണ്. ഇപ്പൊ തിരക്കുണ്ട്. അയാള് വയ്ക്കണ ബിരിയാണിയൊക്കെ വിറ്റ് തീരുന്നുണ്ട് കേട്ടാ. നമ്മള് പോകും ഗൈസ്, ഞെട്ടിക്കൽ ബിരിയാണി കഴിക്കാണ്ട് എന്തായാലും പോകും. ഇതാണ് ഹമ്പിൾ ഓർഡർ ചെയ്ത വിങ്സ്. അതിന് ചെറിയ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഓക്കെയാണ്. കൊള്ളാന്ന് തോന്നല്ലേ, കഴിച്ചു. വിങ്സ് ട്രൈ ചെയ്യട്ടെ. ഇതാണ് മഷ്വി ദജാജ്. നല്ല മണം കേട്ടാ. അതല്ല ഇത് ദജാജ് മഷ്വി സീനാണ്. പുകയൊക്കെ പറഞ്ഞു, പിന്നെ ആംബിയൻസ് ഒക്കെ ഉണ്ട്. പുക അറബിക് സ്റ്റൈൽ. നല്ല മണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടെ തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ എന്റെ മണം. കാറ്റടിക്കുമ്പോഴേ നീ അല്ലേ വിശന്നിരിക്കണം. കഴിച്ചോ. ഞാൻ ഒരു ഫുൾ ബർഗറൊക്കെ അടിച്ചിട്ടാണ് വന്നത്. ദജ്വി മസാജ്. ഇതിന്റെ പേര് വായിൽ വരണില്ലടേ. മഷ്വി ദജാജ്. അത് താഴെ ഹുമൂസാണ് കേട്ടോ. ജ്യൂസിയാണ്. ജ്യൂസി ആണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നല്ല അറബിക് മണം വരുന്നുണ്ട്. അതിന്റെ അനക്കമൊന്നുമില്ല, നല്ല രീതിയിൽ അടിച്ചു വിടുന്നുണ്ട്. കോഴിക്കോട് ഇല്ലാണ് ഇതൊന്നും. ദജ്വി മസാജ് മഷ്വി ദജാജ് ഒന്നുമില്ല. ഈ പറഞ്ഞ പേര് അങ്ങനെ കിട്ടുന്ന ചിലപ്പോ സാധാരണ ഇതായിരിക്കും, ഗ്രിൽ ചിക്കൻ ആയിരിക്കും. പേരൊക്കെ ഇട്ടൊന്ന് പേടിപ്പിച്ചാണ് നിന്റെ. കാലിക്കട്ടുന്ന ആൾക്കാർ വരുമ്പോ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. അല്ലേ? ഞാൻ ട്രൈ ചെയ്തോട്ടെ.
പൊന്നോ ചൂട് ചൂട് കൈ പൊള്ളുവേ. ദജ്വി മജാജ് ആ സാധനം മഷ്വി ദജാജ്. അപ്പം അതും ഹുമൂസുമാണ്. ഇങ്ങനെ എടുക്കുക. നടക്കാൻ പറ്റുക. റൊമാറ്റോ റൊട്ടി വെച്ച് ഭയങ്കര കട്ടി ചിക്കനുകളാണ്. ചിക്കൻ സോഫ്റ്റ്. പക്ഷേ റൊട്ടി ഇതിനോട് ചേരുന്നില്ല. ഇവിടെ കുബൂസും ഇല്ലാതെ നൈസാണ്. പിന്നെ ഈ ഹുമൂസിന്റെ ആവശ്യമില്ല. സത്യം പിന്നെ എക്സ്ട്രാ ഹെവി ആക്കലോ. ചിക്കൻ മാത്രം കഴിച്ചാൽ. ഇത് നമ്മളെ ഡ്രിങ്ക്സ് ആണ്. രണ്ടും ഐസ് ടീ ആണോ? അല്ലേ, ലോങ് ഐലൻഡ് ഐസ് ടീ. വാട്ടർ മെലണും നിനക്ക് ഏതാണ്ടാ? എനിക്കേതാണ് മതി. പറഞ്ഞ ഏതാ ടേസ്റ്റ് കളർ കണ്ടിട്ട് നിനക്ക് ഇഷ്ടമുള്ള ആരെണ്ണം ചൂസ് ചെയ്തോ? വാട്ടർ മെലൺ എനിക്ക് ഫ്ലേവർ ഇഷ്ടമാണ്. നമുക്കിതാ ഐസ് ലോങ് ഐലൻഡ് ഐസ് പെപ്സിയെ കൊണ്ടുപോകാം. നോർമൽ സാധനം. മധുരം ഇച്ചിരി കുറവാണ്. മധുരം ഞാൻ കുറയ്ക്കാൻ പറഞ്ഞു. ആണോ? ഹെൽത്തി കിട്ടാ. ഓ അത് ഒരു 7 ഉഴുന്നോടായിരുന്നു മധുരം കുറച്ചിട്ട്. ഇതോളാം ഐസ് ടീ. നൈസ്. വിങ്സ് ഇങ്ങനെ നെക്കുന്നു എടുക്കുന്നു. വിങ്സ് കൊള്ളാം അല്ലേ? പൊളി കൊള്ളാം. സോഫ്റ്റ് ആൻഡ് ജ്യൂസി. ഈ സാധനം കൊള്ളാം കേട്ടോ. ഇത് കുബൂസിൻ്റെ അവിടെയാണ് ബെസ്റ്റ്. കുബൂസ് എടുക്കുക, ഈ സാധനം ഹുമൂസ് എടുക്കുക, തിന്നുക. റമ്മി. ഇത് ഹുമൂസും. ഇത് ആദ്യം ഒരു റുമാൽ റോട്ടിയാണ് തന്നത്, പക്ഷെ അത് വർക്ക് ചെയ്തില്ല. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, കുബൂസ് ചോദിച്ചിട്ട്. ഈ ചിക്കൻ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുമാതിരി അഫ്ഗാനി ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. എടുക്കുക, കഴിയുക. കൊള്ളാം കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ഹസയിലാണ് ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ വരണത്. സത്യം പറഞ്ഞാൽ അവരിങ്ങനെ മെനു ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ഗൈസ് കഴിച്ചിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ചു. ഞാൻ ലാസ്റ്റായിട്ടൊരു സുലൈമാനിയും കൂടെ പറഞ്ഞിട്ട് ഇതും കൂടെ കുടിച്ചിട്ട് എൻ്റെ നല്ല മിൻ്റൊക്കെ കേട്ടോ സുലൈമാനി ഗൈസ്. ഓ നൈസ്, കൊള്ളാം, പെർഫെക്റ്റ്. ഡൈജഷൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതൊരു വിശ്വാസമാണ്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കൊള്ളാം. ഞാൻ ദിവസം ഇപ്പോൾ ഒരു 3-4 സുലൈമാനിയെങ്കിലും കുടിക്കുന്നുണ്ട്. വെള്ളം കൂടി കുറവാണ്, പക്ഷേ ചായയാണ് കൂടുതലും കുടിക്കുന്നത്. എൻ്റെ വെള്ളം കൂടി കുറവാണ് ഗൈസ്. എൻ്റെ ഹൈഡ്രേഷൻ വളരെ മോശമാണ്. അപ്പോൾ ഈ ഒരു ആഴ്ച മുതൽ എൻ്റെ ഹെൽത്ത് ഞാൻ ഒന്ന് സെറ്റാക്കി എടുത്തേ പറ്റൂ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതേ നടക്കുള്ളൂ. ലെറ്റ്സ് സീ. ഇപ്പോൾ ഫുഡൊക്കെ അടിച്ചൊരു വഴിക്കായിരിക്കുകയാണ്. എന്തായാലും വരാം ഗൈസ്. ഇവിടെ പേ ആയിട്ട് വരാം. ബൈ. നല്ല ക്വാളിറ്റി അല്ലേ ഫ്രണ്ട്? 4K. കറക്റ്റ് ലൈറ്റിംഗ് ആണ്. എന്നാ ഗൈസ് നമ്മൾ മഷ്വി ദജാജ് ആൻഡ് വിങ്സ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നൈറ്റ് സ്റ്റിൽ യങ് ആയതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ചെറിയ ഡ്രൈവ്. വേണമെങ്കിൽ ഇനി ഒരു ചായയും കൂടെ കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാന്നുള്ളതേ ഉള്ളൂ. വേറെ ദിവസം ഞാനിപ്പം ടൈം നോക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം മറ്റേ ഇങ്ങനെ സെയിം ഡിജിറ്റ്. അപ്പോൾ 11:11. ഞാൻ പിന്നെ രാത്രിയൊക്കെ നോക്കുമ്പോൾ 2:22, 3:33 എന്നൊക്കെ ഉള്ള രീതിയിലുള്ള എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ. ഒരു 4-5 മാസമായിട്ട് എനിക്കിതാണ് ഗൈസ്. എനിക്ക് ഒന്നും പിടിയിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഗുട്ടൻസ് അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇതിലോട്ട് താഴെ കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഡ്രൈവിന് വിടാം. ബൈ ഗൈസ്. താഴെ വെടിക്കെട്ടൊക്കെ നടക്കുകയാണ് ഗൈസ്. നമ്മൾ വരണമെന്ന് ആരോ പറഞ്ഞു കൊടുത്തത് കേട്ടോ. ഓ മൈ ഗോഡ്, നമ്മൾ വന്നത് പ്രമാണിച്ചിവിടെ വെടിക്കെട്ട് നടക്കുകയാണ് ഗൈസ്. ഓ വാവ്, ഓ മൈ ഗോഡ്, ഫെന്റാസ്റ്റിക് ബോംബാസ്റ്റിക് സാധനം. ഓ വാവ്. ഓ അതിനിടയ്ക്ക് മഴ. മനുഷ്യന് മഴയത്ത് പടക്കം പൊട്ടിക്കുന്നതാണ്. മഴയത്ത് പടക്കം പൊട്ടിക്കുന്നതിന് വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോ മഴ. ഓ അവിടെ ഏതോ ഹോട്ടലിൽ എന്തോ പരിപാടി നടക്കണം കേട്ടോ. കൊച്ചി വെടിക്കെട്ടോടുകൂടി നമ്മളെ പച്ച മഞ്ഞ ഇനിയിപ്പോ എല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഓ വാവ്. ഓ മഴ, പടക്കവും വെടിക്കെട്ടും എല്ലാം കൂടെ ചേർന്ന്. ഓ വാവ്. റെയിനി ഡേറ്റ് വിത്ത് മൈ അമ്പിളാണ് ഇന്നത്തെ ഡേറ്റ്. വെടിക്കെട്ട് പാട്ടും കൂടെ പാട്ടിട്ടാ കോപ്പി റൈറ്റ് അടിക്കില്ലേ? ഞാൻ പാട്ട് വിട്ടാ എടാ ഗൈസ്. അതാണ് നമ്മളല്ലേ, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടും ഇങ്ങനെ ഡേറ്റിനൊക്കെ പോവാടേ. പെണ്ണുങ്ങളായിട്ട് മാത്രമൊന്നും ഇല്ല, അല്ലാതെ റൊമാൻസ് ആണ്. റൊമാൻസിന് ഇതിങ്ങനത്തെ വൈബ്. എന്തൊരു കഷ്ടം നോക്കണേ. സിഗ്മ സെറ്റപ്പ്, വെരി ബാഡ് കണ്ടീഷൻ ഇൻ ലൈഫ്. അപ്പൊ ശരി ഗൈസ്, നമ്മളെന്നാലും ജസ്റ്റ് കണ്ട സന്തോഷം. അവൻ കുറെ നാളായി വന്നിട്ട്. അപ്പൊ പിന്നെ വിചാരിച്ച് ഒരു റൗണ്ടൊക്കെ അടിക്കുക. എയർപോർട്ടിലൊക്കെ നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി ഒരു ചായ കൂടെ കുടിക്കാനുള്ള ആരോഗ്യം ഉണ്ട്, പക്ഷെ നല്ല വല്ല സ്ഥലവും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി ഇവിടെ ഒരു ഫ്ലൈറ്റ് ഇറങ്ങണ നീ കണ്ടിട്ടുണ്ടോ? മറ്റേ സ്ഥലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ പോയിരിക്കും. നല്ല സ്ഥലമാണ്, നൈസാണ്, നല്ല വൈബാണ്. മറ്റേ SUV ഒക്കെ ആണെങ്കിൽ സെറ്റാണ്. അതിന്റെ മണ്ടേ കയറി അങ്ങ് ഇരുന്നാൽ മതി.
ഫ്ലൈറ്റ് തലേരെ വണ്ടി കൂടെ പോകുമ്പോൾ അതിന്റെ ഫോട്ടോ എയർപോർട്ടിന്റെ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവിടെ അത്യാവശ്യം നല്ല സിറ്റിയിൽ എന്തോ ഒരു വെറൈറ്റി ഒരു ഫീലിംഗ് ആണ്, നല്ലൊരു സംഭവമാണ്. ഇവിടെ വൻ സീനാണ് കേട്ടോ, ഈ പെട്രോൾ പമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഫീലാണ്. പ്രത്യേകിച്ച് നമ്മള് നാട്ടിൽ വന്ന് ഇറങ്ങുമ്പം അതാണ് അങ്ങനത്തെ വല്ല നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കും. ഓ വെടിക്കെട്ട് തീരുന്നില്ല കേട്ടോ, ഏതോ പണക്കാരന്റെ ചെലവിൽ നടക്കണമെന്ന് തോന്നുന്നു. വെടിക്കെട്ട് നോൺ സ്റ്റോപ്പ് ഇടേ, മഴയത്തും വെയിലത്തും ഒക്കെ വെടിക്കെട്ട് നടക്കുക. ഓ വൻ പൊട്ടിക്കുന്നത് അവിടെ ഇപ്പഴും വൻ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. കാണുന്നില്ല, പറഞ്ഞിട്ടാണെങ്കിൽ തീർന്നു. ഞാനത് അവിടെ വെള്ളം വെളിച്ചോ എന്റെ ഉണ്ട്. അപ്പൊ ശരി ഗൈസ്, ഇവിടെ വെടിക്കെട്ട് നോക്കി വണ്ടി ഓടിക്കാൻ പറ്റൂല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ നടത്തുന്നു. അങ്ങനെ ഗൈസ് നമ്മളിപ്പം ഒരു ATM വന്നിരിക്കുകയാണ് ഹമ്പിളിന് കാശെടുക്കാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അവനെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകും. ചെറിയൊരു വ്ളോഗായിരുന്നു ഗൈസ്. ഇവിടെ കൊച്ചി വന്ന സ്ഥിതിക്ക് അവനെ കാണാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ ഇനിയിപ്പം കാർത്തിയൊക്കെ എനിക്ക് തോന്നുന്നു മറ്റന്നാളും വരുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്തിട്ടൊരു നല്ല വമ്പൻ വ്ളോഗ് ഇടാം ഗൈസ്. അപ്പോൾ അതുവരെ ഇതൊരു ചെറിയ ചെറിയ വ്ളോഗുകളായിരിക്കും. നാളെ എനിക്ക് വിവോയുടെ ഒരു പരിപാടിയുണ്ട്, X300ൻ്റെ ഒരു ലോഞ്ച് ഇവൻ്റ് ഉണ്ട്. അതിൻ്റെ വ്ളോഗ് നാളെ സെറ്റാക്കാൻ നോക്കാം ഗൈസ്. ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും അവൻ വന്നിട്ട് അവനെ കൊണ്ടൊന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മൾ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. രസമായിരുന്നു. ഞാൻ ഭയങ്കര റീചാർജ്, ഞാൻ പറയായിരുന്നു ഭക്ഷണം ഒരു നൈറ്റ് ഡ്രൈവ് ഉണ്ടെങ്കിൽ സത്യം അല്ലേ റീചാർജ് ആവാൻ. അപ്പം നമ്മള് മറ്റന്നാ വീണ്ടും കാണുമായിരിക്കും അല്ലേ കാർത്തി? നാളെ ശരിയാണ്, നാളെ നമ്മൾ വിവോയുടെ ഇവന്റിൽ കാണും ഗൈസ്. നാളെ അപ്പം വിവോയുടെ ഇവന്റിൽ പോയിട്ട് കുറച്ചൊരു വ്ളോഗ് എടുക്കാൻ നോക്കാം. അവിടെ എന്താ വലിയ വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് വരുന്നത്. അതിനിടയിൽ നമ്മൾ ചെറുതായിട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാൻ നോക്കാം. അത് മറ്റന്നാ എന്തായാലും നമുക്ക് ഫുഡ് എക്സ്പ്ലോറേഷൻ ഇറങ്ങാം, നമ്മളെ ഫുൾ ഗ്യാങ് ആയിട്ട്. അതെ, അപ്പം അതാകുമ്പോൾ കുറെ നാളായല്ലോ ഹമ്പിൾ നമ്മുടെ ഫുഡ് ഗ്യാങ്ങിലോട്ട് കയറിയിട്ട്. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് റീയൂണൈറ്റ്. അപ്പം ശരിടാ, പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ വീട്ടിൽ പോകുന്നു ഗൈസ്. ബൈ ഗൈസ്. ഷുവർ ഷുവർ, ബൈഡാ, ഗുഡ് നൈറ്റ്. അപ്പം ശരി ഗൈസ്, വീട്ടിൽ എത്തിട്ട് വേണം. ബൈ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവനിവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്. ട്വിക്സേ, മിസ്റ്റർ ട്വിക്സ്. ഓ എന്തോ സൗണ്ട്, അലമാരി തുറക്കുന്ന സൗണ്ട് കേട്ട്. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും കിടന്ന് ഉറങ്ങാം. ചെറിയൊരു വ്ളോഗായിരുന്നു. നാളെ വിവോയുടെ X300 പ്രോയുടെ ലോഞ്ചാണ് ഗൈസ്. അത് പോയി ടെസ്റ്റ് ചെയ്യണം. കുറച്ച് നാളായി ഞാൻ ഫോട്ടോഗ്രാഫിയുടെ സംഭവങ്ങളൊന്നും അധികം തൊട്ടിട്ടില്ല. സോ ഇനി നാളെ മുതൽ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഫുഡ് കുറയ്ക്കും ഞാൻ ഗൈസ്. ഇനിയിപ്പം ഇനി ഫുഡിൻ്റെ സാധനങ്ങൾ വളരെ കുറവായിരിക്കും. ബിക്കോസ് ഞാൻ എൻ്റെ ഹെൽത്ത് ഒന്ന് സൂക്ഷിക്കുന്നില്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. വെള്ളം കൂടിയില്ല, ജങ്ക് ഫുഡാണ് കൂടുതലും, റെഡ് മീറ്റൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പം എനിക്കത് ശരിയാവില്ല. ഹെൽത്ത് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി ഒരുപാട് ഇത്രയ്ക്കും കൊണ്ട് റെസ്പോൺസിബിൾ ആയി കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം ശരിയാവില്ല. സോ ഇനി കുറച്ച് അല്ലാത്ത കണ്ടന്റ് ആയിരിക്കും, ഫുഡ് പേരിന് വേണ്ടിയുള്ളത് മാത്രമായിരിക്കും ഗൈസ്. അപ്പം ഫോട്ടോഗ്രാഫിയും സംഭവങ്ങളും നോർമൽ ട്രാവൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഞാൻ കൊണ്ടുവരാം ഗൈസ്. നിങ്ങൾ മാത്രമല്ല, എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. വോട്ട് യു ലൈക്ക് ടു സീ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എല്ലാവരും താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. സോ അതനുസരിച്ച് ഞാൻ എൻ്റെ കണ്ടന്റ് പ്ലാൻ ചെയ്യാം. അപ്പോൾ അതായിരിക്കും നല്ലത്. എനിവേയ്സ്, താങ്ക് യു ഗൈസ്. ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു, അധികമൊന്നുമില്ല. ജസ്റ്റ് ആണ് ഹമ്പിളിനെ കാണാൻ വേണ്ടി പോയത്. കുറേ നാളായി അവനെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും മറ്റന്നാൾ മിക്കവാറും കാർത്തിയൊക്കെ തിരിച്ച് വന്നിട്ട് ഒരു മീറ്റപ്പ് എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. നാളെ ഹമ്പിളിനെ കാണുന്നുണ്ട്. ബിക്കോസ് ഹമ്പിൾ മൈജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൈജിയാണ് ഈ ഫോണിൻ്റെ ലോഞ്ച് ഇവിടെ കൊച്ചിയിൽ നടത്തുന്നത്. നമുക്ക് ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ എന്താണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് ഒരു സംഭവം ചോദിക്കാനും ഉണ്ട്. ഇത് വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത് പോയി ലെറ്റ്സ് സീ ഗൈസ്. ആസ് എ ഫോട്ടോഗ്രാഫി പെർസ്പെക്റ്റീവിൽ എങ്ങനെയുണ്ട് ഫോൺ എന്നുള്ളത് നാളെ നോക്കിയിട്ട് പറയാം. വേറെ ഒന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഓൾ ഹാഡ് എ ഗ്രേറ്റ് ഡേ. ഞാനിങ്ങനെ പതുക്കെ ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞിട്ട് സോഷ്യൽ ബാറ്ററിയൊക്കെ മൊത്തം 0 ആയിരുന്നു ഗൈസ്. അപ്പം ഇനിയൊന്ന് അങ്ങോട്ട് ചാടി നിൽക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഷാസൊക്കെ വരുന്നുണ്ട്, അവൻ കുറേ ഫോൺ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. സോ അതിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്തായാലും ഈ ആഴ്ച വേറെയും കുറച്ച് പ്ലാൻ ഉണ്ട് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സാധനം. അപ്പോൾ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിച്ച് വന്നിട്ട് ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. സോ ലെറ്റ് മീ നോ ഗൈസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളതും കൂടെ അറിഞ്ഞിട്ട് ഞാൻ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങട്ടെ ഗൈസ്. നാളെ രാവിലെ എണീക്കണ്ട, ഉച്ചയ്ക്കാണ് പരിപാടി. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും നാളെ രാവിലെ എണീക്കണം. ബാക്ക് ടു ഹെൽത്തി റുട്ടീൻ. Okay, bye guys. Love you all. Take care. Bye.